ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയായാലും അപ്പത്തിൻ്റെ കൂടെയായാലും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ഈസി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അപ്പുറം ഒരു ബെല്ലൈക്കൺ തെളിഞ്ഞ് വരും. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മളെപ്പോഴും മുട്ട പുഴുങ്ങിയിട്ടൊക്കെയാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇതൊരു വേറൊരു രീതിയിലാണ് ഈ ഒരു മുട്ട വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 മുട്ട ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സി അടിച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ മിക്സി എടുത്തത്. ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഈ ഒരു രീതിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു സോസ് പാനിലാണ് ഇത് വേവിക്കുന്നത്. താഴ്ഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായാൽ നമ്മൾ അടിച്ച് വെച്ച മുട്ടയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് നോക്കിയത്. അപ്പം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പൊങ്ങി വരും മുട്ടയല്ലേ. പിന്നെ കൈ തൊട്ട് നോക്കിയാൽ ഒട്ടും മുകളിൽ മുട്ട നനവൊന്നും ഉണ്ടാവില്ല. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറി കിട്ടണം. എന്നിട്ട് നമുക്ക് കറിക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണേ, പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകും അല്ലെങ്കിൽ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ മുട്ടയുടെ പീസസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ ഒരു മുട്ടയുടെ ഒരു മണം ഉണ്ടല്ലോ അതും പോയി കിട്ടും. പിന്നെ മുട്ട നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഗ്രേവിക്ക്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആ ഒരു കടായിൽ തന്നെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം എക്സ്ട്രാ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുത്ത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 മീഡിയം സൈസുള്ള സവാള അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു 2-3 പച്ചമുളകും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ടു ലോയിൽ വെച്ചിട്ട് സവാള നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ തന്നെ വേവിച്ചെടുക്കണം. നല്ല സോഫ്റ്റായി കിട്ടിയാൽ ആ ഒരു മസാല ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാല ഇത്രയും ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കറിയിൽ സ്പൈസസ് ഒന്നും ചേർക്കാതിരുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയുമാണ് ചേർക്കുന്നത്. ഇത്രയേ വേണ്ടൂ കേട്ടോ പൊടികൾ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഗ്രേവി വേണമെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഗ്രേവി വേണ്ട ഡ്രൈ ആയിട്ടാണെങ്കിൽ ഇതിൽ മുട്ടയുടെ പീസസ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പക്ഷേ എനിക്ക് ഗ്രേവി വേണം. അപ്പോൾ ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമൊന്നുമല്ല, പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം സവാള വഴറ്റുമ്പോൾ ഉപ്പിട്ടിന്, പിന്നെ മുട്ടയിൽ ഉപ്പുണ്ടല്ലോ അപ്പോൾ അധികം ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇപ്പോൾ ഗ്രേവി ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയുടെ പീസസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ആ മുട്ടയുടെ ഫ്ലേവർ നന്നായിട്ട് ആ ഗ്രേവിയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം തുറന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി. ഒരു ഭംഗിക്ക് വേണ്ടി ചെറിയൊരു തക്കാളിയുടെ പീസും പിന്നെ ഒരു നാരങ്ങയുടെ പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എപ്പോഴും നമ്മൾ ഒരേ രീതിയിലല്ലേ ചെയ്യല്, അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. നല്ല കിട്ടില്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.